ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ ചോന്നമണ്ണ് ഭാഗത്തുള്ള പൂവഞ്ചിറ വാട്ടർഫോൾസ് ആണ്. അധികാരം അങ്ങനെ എത്തിപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാടിനുള്ളിലൂടെ നടക്കാണ്ട് ഈ വെള്ളച്ചാട്ടത്തേക്ക് എത്തണമെങ്കിൽ ഈ നടക്കുന്ന വഴികളിൽ നമുക്ക് അവിടെ കൂടിയും കുറേ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അവിടെ എൻജോയ് ചെയ്ത് വീണ്ടും കുറച്ച് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെറ്റ് വെള്ളച്ചാട്ടം കാണുന്നതാണ്. ശരിക്കും ഇതേപോലെ കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് നോർമലി നമ്മുടെ തൃശ്ശൂർ വട്ടായാണ് ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്ന് ക്രൗഡാണല്ലോ. അപ്പോൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് കുളിക്കാനും താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളി സ്പോട്ടാണ്. ഏതാണെന്നല്ല പൂവഞ്ചിറ. ലൊക്കേഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ കാണാനുണ്ട് നമുക്ക് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ഡേഞ്ചറായിട്ടുള്ള കുഴികളോ അങ്ങനെ യാതൊരു സംഭവങ്ങളോ ഒന്നുമില്ല. നോർമൽ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊരു 10-14 പേര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഒരു ഞായറാഴ്ച എന്തായാലും അടിച്ച് പൊളിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ അവിടെ കുറച്ച് പേര് വെള്ളത്തിലുണ്ട്. എന്തായാലും ബാക്കി കുറച്ച് പേരായിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ പാറാമ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ചും കണ്ടും കയറാം. അപ്പോൾ ഈ കാണാനാണ് കേട്ടോ സെക്കൻഡ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഡേഞ്ചറും കാര്യങ്ങളൊക്കെയാണ്. പാറാമ നല്ല രീതിയിൽ വഴുക്കലും കാര്യങ്ങളുള്ള സ്ഥിതിക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ തന്നെ കുറച്ച് ഒന്ന് ഇതായി. എന്നാലും നമ്മൾ എത്തിപ്പെട്ടു. ഇവിടം വരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറിയാലോ എന്നൊരു ചിന്ത വരും. ആ ചിന്ത നമ്മളപ്പം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. കാരണം ഇവിടെ ചെന്ന് വിവാദങ്ങളിൽ എന്തെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നേരെ ഈ സ്ഥലം അടച്ച് നിരോധിത മേഖലയാക്കാണ്. എക്സാമ്പിൾ നമ്മുടെ മരൊട്ടിച്ചാൽ. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കുക. കാരണം ഇതേപോലുള്ള എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് നമ്മളായിട്ട് വെറുതെ എന്തിനാ ഒഴിവാക്കണം? നമ്മുടെ സേഫ്റ്റി നോക്കാം, നമ്മൾ പോയി വരാം, അത്രേ ഉള്ളൂ.